ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വാക്യം. യൂദ യാക്കോബിൻ്റെയും, യാക്കോബ് ഇസഹാക്കിൻ്റെയും, ഇസഹാക്ക് അബ്രഹാത്തിൻ്റെയും, അബ്രഹാം തേരായുടെയും, തേര നാഹോറിൻ്റെയും പുത്രൻ. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. ഇസ്രായേൽ ജനതയുടെ പൂർവ്വ പിതാക്കന്മാരിൽ രണ്ടാമനായ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ പേർ കൊടുത്തിട്ടുള്ള യേശുവിൻ്റെ വംശാവലിയിലെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രഹാമിന് 100 വയസ്സും സാറയ്ക്ക് 91 വയസ്സുമായപ്പോൾ ആ വൃദ്ധ ദമ്പതിമാർക്ക് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പ്രജയാണ് ഇസഹാക്ക്, വാഗ്ദത്തപുത്രൻ. ദൈവം തന്നെയാണ് ഇസഹാക്കിൻ്റെ പേർ അബ്രഹാമിന് പറഞ്ഞു കൊടുക്കുന്നത്. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം, അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ് തൻ്റെ 12 പുത്രന്മാരിലൂടെ, 12 ഗോത്ര പിതാക്കന്മാരിലൂടെ ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ജനവുമായി ഉടമ്പടി സ്ഥാപിക്കുന്ന ദൈവം. ആ വംശാവലിയിൽ ജനിച്ച യേശു എന്ന രക്ഷകനിലൂടെ മനുഷ്യകുലം മുഴുവനുമായും നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിച്ച ദൈവം. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട, പിന്തുടരേണ്ട ദൈവവുമായുള്ള ഒരു സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, എളിമയുടെ, അലിവിൻ്റെ ഉടമ്പടി. മോറിയ മലയിൽ നാം കാണുന്നുണ്ടൊരു ഈശ്വര ചൈതന്യം നിറഞ്ഞ ഒരു പിതൃപുത്ര ബന്ധം. അങ്ങനെയൊരു പിതൃപുത്ര ബന്ധം ദൈവവുമായി തുടരുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്താണ് ആ ബന്ധം? പിതാവായ അബ്രഹാമിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനായ ഇസഹാക്കിൻ്റെ തൻ്റെ പിതാവിനോടുള്ള വിധേയത്വവും അനുസരണവും. ദൈവം നീ സ്നേഹിക്കുന്ന ഏക മകനെ ഇസഹാക്കിനെ എനിക്കായി ഒരു ദഹനബലിയായി അർപ്പിക്കണം എന്ന് അബ്രഹാമിനോട് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന ശിരസ വഹിച്ച് ഇസഹാക്കിനെയും ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് മോറിയ മലയിലേക്ക് നടക്കുന്ന ആ പിതാവിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം. പിതാവേ, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന് ചോദിക്കുന്ന മകനോട് തൻ്റെ കലങ്ങിയ കണ്ണുകൾ കാണിക്കാതെ ഒരുപക്ഷെ ആ അപ്പൻ പറഞ്ഞിട്ടുണ്ടാകാം, മകനെ, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തന്നുകൊള്ളും എന്ന്. എന്നാൽ ആ പറഞ്ഞ തൻ്റെ അപ്പൻ പിന്നീട് തന്നെ ബന്ധിക്കുന്നതും താൻ എതിർക്കാതെ വിറകിന്മേൽ തന്നെ കിടത്തുമ്പോൾ, എന്തിനാണപ്പ എന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആ അപ്പനോട് ഒരു മറുചോദ്യവും ചോദിക്കാതെ തൻ്റെ പിതാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വിധേയത്വത്തോടെ അവനെ അനുസരിക്കുന്ന ഇസഹാക്ക്. ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിൽ, നിന്നുള്ള വിധേയത്വത്തിൽ, നിന്നെ നോക്കി അനുസരണയോടെ നീ തരുന്ന നുകങ്ങളും പേറി നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിൻ്റെ സമയത്തിനായി നിന്നെ ചോദ്യം ചെയ്യാതെ ക്ഷമയോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.